മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ വർണ്ണധർമ്മത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വിവരിക്കേണ്ടായി. വർണ്ണാശ്രമധർമ്മവും ഭാരതീയ ധർമ്മശാസ്ത്രവും ജഗതീശ്വര അനുഗ്രഹം കൊണ്ട് കുറെയെല്ലാം നല്ല രീതിയിൽ പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് 2005 പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ശാസ്ത്ര എന്ന 3 ദിവസത്തെ സെമിനാർ നടക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് അദ്ദേഹം പറയേണ്ടായി, കോടതിയുടെ ആവശ്യത്തിന് വേണ്ടി ഈ ധർമ്മശാസ്ത്രം ഒന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണം. അത് ഗോപാലകൃഷ്ണന് സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് പറയേണ്ടായി. അതനുസരിച്ച് ഞാൻ ഈ ധർമ്മശാസ്ത്രം അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടായി. 100 അധ്യായങ്ങളുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ധർമ്മശാസ്ത്രം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടായി. കുറേയധികം പഠിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡ് വായിക്കുന്ന മാതിരി അത് കുറച്ച് ബോറിംഗ് ആണ്. ബോറിംഗ് ആവാതിരിക്കാൻ 2300 വർഷങ്ങൾക്ക് മുമ്പ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്നു എന്ന് സങ്കല്പിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാണ് ധർമ്മശാസ്ത്രം എഴുതിയിരിക്കുന്നത്. ആ ധർമ്മശാസ്ത്രത്തിൽ നമ്മൾ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ എന്ന വാക്കുകൾക്ക് അഥവാ വർണ്ണങ്ങൾക്ക് അവരുടെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആധികാരികമായിട്ടുള്ള ധർമ്മശാസ്ത്രത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വരി പറയുന്നു, അദൈതേഷാം വൃത്തയഃ, അവരുടെ 4 വർണ്ണത്തിലുള്ളവരുടെ ജോലി ഇതാണ്. 11-ാമത്തെ വരി പറയുന്നു, ബ്രാഹ്മണസ്യ യാചനം അതിഗ്രഹം, പഠിച്ചു പഠിപ്പിക്കൽ ആര് ചെയ്യുന്നുവോ അതാണ് ബ്രാഹ്മണന്റെ ജോലി. അതനുസരിച്ച് ആരെല്ലാം ഈ ലോകത്തിൽ പഠിച്ചു പഠിപ്പിക്കുന്നുവോ അവൻ ബ്രാഹ്മണ വർഗത്തിൽപ്പെടുന്നു. അത് വേദം തന്നെ വേണമെന്നില്ല, ഏത് വിഷയമാണെങ്കിലും. 12-ാമത്തെ വരി, ഈ വരി നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ധർമ്മശാസ്ത്രം കൂട്ടി ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡ് കൂട്ടി ചെയ്യുന്ന മാതിരിയാണ്. 242-ാം വകുപ്പ് 2 വരി പ്രകാരം, 144-ാം വകുപ്പ് പ്രകാരം, 125-ാം വകുപ്പ് പ്രകാരം, 397-ാം വകുപ്പ് പ്രകാരം എന്ന് പറയുന്നത് പോലെ ധർമ്മശാസ്ത്രത്തില് അധ്യായവും വരിയും കൂട്ടി ഇത് വേണം പറയാൻ. ഇപ്പൊ 2-ാം അധ്യായത്തില് 12-ാമത്തെ വരി പറയുന്നു, ക്ഷത്രിയസ്യ ക്ഷിതിത്രാണം, ഏതെല്ലാം മനുഷ്യനാണോ ഒരു രാഷ്ട്രത്തിന്റെ ബൗണ്ടറി, ധാർമ്മിക നിലവാരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഭരണത്തില് നിയമവ്യവസ്ഥ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അയാളുടെ പേരാണ് ക്ഷത്രിയൻ. അയാളുടെ ജോലിയാണ് ഈ ക്ഷിതിത്രാണം. കൃഷി, ഗോരക്ഷ, വാണിജ്യ, കുശീത യോനി പോഷണാനി വൈശ്യസ്യ, കൃഷി, പശു സംരക്ഷണം, വാണിജ്യം, പലതരത്തിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കൽ, പലതരത്തിലുള്ള വൃക്ഷലതാദികളെ വെച്ച് വളർത്തി അതിന്റെ ഫലങ്ങളെ വിൽക്കല്, ഇതാണ് വൈശ്യന്റേതായിട്ടുള്ള ജോലി. ശൂദ്രസ്യ സർവശില്പാനി, എല്ലാവിധത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് വർക്കുകൾ. അല്ലാണ്ട് ദാസ്യവൃത്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് തലയ്ക്ക് സുഖമില്ലാതെ മാതിരി പറഞ്ഞ് പരത്തി ശൂദ്രൻ ബ്രാഹ്മണന്റെ കാല് കഴുകേണ്ടവനാണ് എന്നെല്ലാം പറഞ്ഞ് എത്ര നീചമായ തെറ്റിദ്ധാരണകളാണ് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. ശൂദ്രസ്യ സർവശില്പാനി ആപത്യന്തരാവൃത്തി, എല്ലാ വിഭാഗത്തിനെയും സംരക്ഷിക്കുക, അതുപോലെ തിരിച്ചും ആപത്തിൽ സംരക്ഷിക്കുക, ഇതെല്ലാവരുടെയും ജോലിയാണ്. ബ്രാഹ്മണൻ ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും, ശൂദ്രൻ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ആപത്ത് കാലത്ത് ഈ വർണ്ണവ്യവസ്ഥകളൊന്നും നിലവിലുണ്ടാവില്ല. പരസ്പരം സഹകരിക്കണം. ഇനി ഒന്നുകൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടത് 16 ക്വാളിറ്റിയാണ്. മനുഷ്യനുണ്ടായിരിക്കേണ്ടത് 16 ക്വാളിറ്റിയാണ്. അത് നോക്കാം. ക്ഷമാശീലം, സത്യം, ദമഹ കൺട്രോൾ ഓഫ് മൈൻഡ്, ശൗചം ക്ലീൻലിനെസ്, ദാനം,
ഇന്ദ്രിയ സംയമം, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. അഹിംസ, ഗുരു, സ്വയം ഗുരുവായിട്ട് ഉയരുക. അടുത്തത് ഗുരു ശുശ്രൂഷ, ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കാം. തീർത്ഥാനുസരണം, ദേശാടനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. ദയ, എല്ലാവിധ ജീവജാലങ്ങളോടും ദയ ഉണ്ടാവുക. ആർജവം, ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവം ഉണ്ടാവണം. ഇൻതൂസിയാസം ഉണ്ടാവണം. എർജ് ഉണ്ടാവണം. ആർജവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛാശക്തി ഉണ്ടാവണം. ലോഭശൂന്യത്വം, പിശുക്ക് ഉണ്ടാവരുത്. ലോഭം ഉണ്ടാവരുത്, പിശുക്ക് ഉണ്ടാവരുത്. ദേവപൂജനം, അതുപോലെ ബ്രാഹ്മണ പൂജനം. ബ്രാഹ്മണ പൂജനം എന്ന് പറഞ്ഞാൽ പഠിച്ചു പഠിപ്പിക്കുന്നവരെ പൂജിക്കൽ എന്ന അർത്ഥം. കാരണം ബ്രാഹ്മണന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തു, അല്ലാണ്ട് പൂണൂലിട്ടവരെ പൂജിക്കുക എന്നുള്ളതല്ല. അനഭ്യസൂയ, അസൂയ ഉണ്ടാവരുത്. തഥാ ധർമ്മബോധം ഉണ്ടാവണം. സാമാന്യ എല്ലാത്തിനെയും സ്റ്റെബിലൈസ്ഡ് കാണാനുള്ള ഒരു വികാരം ഉണ്ടാവണം. ഇങ്ങനെ 16 ക്വാളിറ്റിയാണ് മനുഷ്യന് പറയുന്നത്. ക്ഷമാ, സത്യം, തപസ്, ശൗചം, ദാനം, ഇന്ദ്രിയ സംയമ, അഹിംസ, ഗുരുശുശ്രൂഷ, തീർത്ഥാനുസരണം, ദയ, ആർജവം, ലോകശൂന്യത്വം, ദേവ ബ്രാഹ്മണ പൂജനം, അനഭ്യസൂയാച തഥാ ധർമ്മ സാമാന്യ ഉച്യത്തെ. ഇത് ഈ വിഷ്ണു ധർമ്മശാസ്ത്രത്തില് 2-ാം അധ്യായത്തില് 16-17 വരികളിലൂടെ പറയാം. ഇനി ഒന്നുകൂടി നോക്കാം, വളരെ വ്യക്തമായിട്ട് പറയും. ഈ 16 ക്വാളിറ്റിയുമുള്ള വ്യക്തിയെ മാത്രമേ ബ്രാഹ്മണൻ എന്ന ടൈറ്റിലില് അംഗീകരിക്കപ്പെടുള്ളൂ. ഇതിൽ 12 ക്വാളിറ്റി, ഏതെങ്കിലും 12 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാള് ക്ഷത്രിയൻ എന്ന കാറ്റഗറിയിൽ ടൈറ്റിലിന് അർഹനാണ്. 8 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാൾ വൈശ്യൻ എന്ന ടൈറ്റിലിന് അർഹനാണ്. 4 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാൾ ശൂദ്രൻ എന്ന ടൈറ്റിലിന് അർഹനാണ്. ഇനി തിരിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ ഈ 16 എണ്ണത്തില് 16 ഉണ്ടെങ്കിലേ ബ്രാഹ്മണൻ എന്ന പേരിന് അർഹതയുള്ളൂ. അതില് 12 എണ്ണം ഉണ്ടെങ്കിൽ ക്ഷത്രിയൻ എന്ന പേരിന് അർഹൻ. അയാൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല, ഈ ക്വാളിറ്റി ഉണ്ടാവണം. അതിൽ 8 എണ്ണം ഉണ്ടെങ്കിൽ വൈശ്യൻ എന്ന ടൈറ്റിലിന് അർഹനാണ്. 4 എണ്ണേ ഉള്ളൂ എങ്കിൽ ശൂദ്രൻ. ഈ 4 ശൂദ്രന്, അതാണ് മഹീദാസ ഇതരേയന്, അദ്ദേഹം 16 അക്വയർ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ബ്രാഹ്മണനായിട്ട് ഉയർന്നത്. ചണ്ഡാള വംശത്തിൽ, നിഷാദ വംശത്തിൽ ജനിച്ച ഏകലവ്യൻ 4 ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം 12 എണ്ണം അക്വയർ ചെയ്തപ്പോ ക്ഷത്രിയനായി. കുരുക്ഷേത്ര ഭൂമിയില് പാണ്ഡവരെ സപ്പോർട്ട് ചെയ്ത് മനസ്സാ കൗരവരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ സാധിച്ചു, ക്ഷത്രിയനായി തീർന്നു. അതുപോലെ തന്നെ കർണൻ എന്ന് പറയുന്നത് ഒരു ശൂദ്രന്റെ മകനാണ്. സൂതോവാ സൂതപുത്രോവാ കോവാ ദൈവായത്തം മമ ജന്മം മതായത്തന്ത് പൗരുഷം. എന്റെ കഴിവ് എന്റെ പൗരുഷത്തിലാണ്. ജന്മം എനിക്ക് ഈശ്വരൻ തന്നതാണ്. ആരുടെ മകനായിട്ട് ജനിക്കണം, ഏത് രാജ്യത്തിൽ ജനിക്കണം, അതൊക്കെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. പക്ഷെ പൗരുഷം എന്റേതാണ്. ഇപ്പൊ കർണന് യുവരാജാവായിട്ട് ഒരു ദാസനിൽ ജനിച്ച, സൂതപുത്രനിൽ ജനിച്ച വ്യക്തിക്ക് ക്ഷത്രിയനായിട്ട് ഉയരാൻ സാധിച്ചു. ഇതുകൊണ്ട് തീരുന്നില്ല. ഇനി ഒന്ന് നോക്കാം. ബ്രാഹ്മണ സ്ത്രീക്കായാലും ബ്രാഹ്മണ പുരുഷനായാലും ക്ഷത്രിയ സ്ത്രീയെയോ ക്ഷത്രിയ പുരുഷനെയോ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ബ്രാഹ്മണ പുരുഷനായാലും ബ്രാഹ്മണ സ്ത്രീ ആയാലും ശൂദ്ര സ്ത്രീയെയോ ശൂദ്ര പുരുഷനെയോ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശൂദ്രന് ബ്രാഹ്മണനെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല ഭാരതം. ഈ 4 വർണ്ണങ്ങളില് പഠിപ്പിക്കുന്ന വർണ്ണത്തിൽപ്പെട്ടവര് തമ്മിൽ വിവാഹം കഴിച്ച് അവർക്കുണ്ടാവുന്ന പുത്രന്മാര് അതേ ജോലി ചെയ്യുകയാണെങ്കിൽ അവരെ അറിയപ്പെടുന്നത് ബ്രാഹ്മണർ. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്പൂതിരിമാര് ബ്രാഹ്മണരാണ്, പക്ഷെ ജാതി നമ്പൂതിരിയാ. കൊങ്ങിണിമാര് അവര് വേദം പഠിച്ച് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ബ്രാഹ്മണർ എന്ന പേരുള്ളൂ. അല്ലെങ്കിൽ ജാതി പേര് കൊങ്ങിണിയാണ്. എമ്പ്രാന്തിരി, അയ്യര്, അയ്യങ്കാര്, നമ്പൂതിരി, ഭട്ടതിരി, ഇതെല്ലാം ജാതി പേരാണ്. അവരുടെ സ്ഥാനപ്പേരാണ് ബ്രാഹ്മണൻ, പ്രൊവൈഡഡ് അവർ പഠിപ്പിക്കുന്നു എങ്കിൽ. അപ്പൊ ബ്രാഹ്മണൻ എന്നുള്ളത് ഒരു കാരണവശാലും ജാതി പേരല്ല, സ്ഥാനപ്പേരാണ്. ആ സ്ഥാനപ്പേരുള്ള ബ്രാഹ്മണൻ സ്ഥാനപ്പേരുള്ള ക്ഷത്രിയന്റെ കുലത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ അവിടെയും പുത്രന്മാരുണ്ടാവും. ഇപ്പോ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തില് വിവാഹം പരസ്പരം മാറി ചെയ്തു കഴിഞ്ഞാൽ
ആ ഉണ്ടാവുന്ന കുട്ടികളുടെ പേരാണ് ജാതിയിൽ അറിയപ്പെടുന്നത്. ഇനി ഒന്ന് നോക്കാം. ധർമ്മശാസ്ത്രം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് തന്നെയാണ്. അത് 16-ാമത്തെ അധ്യായം 1 മുതൽക്ക് ഞാൻ വായിക്കാം. കുറച്ചേ വായിക്കുന്നുള്ളൂ. 16-ാമത്തെ അധ്യായം മുഴുവൻ നോക്കാം. 16-ാമത്തെ അധ്യായം ധർമ്മശാസ്ത്രം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് 1-ാമത്തെ ലൈൻ. അതാത് വർണ്ണത്തിൽപ്പെട്ട ദമ്പതിമാർക്കുണ്ടാവുന്ന മക്കൾ അതേ ധർമ്മം അനുഷ്ഠിക്കുന്നു എങ്കിൽ അവര് അതേ വർണ്ണത്തിൽ അറിയപ്പെടുന്നു. ഇതിനേക്കാളും വലിയൊരു ക്ലാരിറ്റി വേണം. അതാത് വർണ്ണത്തിൽപ്പെടുന്ന ദമ്പതിമാരുടെ മക്കള് അതേ വർണ്ണധർമ്മം അനുഷ്ഠിക്കുന്നു എങ്കിൽ അവർ അതേ വർണ്ണത്തിൽ അറിയപ്പെടുന്നു. രണ്ടാമത്തെ വരി, ഉയർന്ന വർണ്ണത്തിലുള്ള പുരുഷന്മാർക്ക്, ഇപ്പൊ ബ്രാഹ്മണർക്ക് അതിനേക്കാൾ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഭാര്യയായിട്ട് വരികയാണെങ്കിൽ, സ്ത്രീ ഭാര്യയായിട്ട് വരികയാണെങ്കിൽ, ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ കുലത്തിൽപ്പെട്ടവർ ഭാര്യയായിട്ട് വരികയാണെങ്കിൽ, ഉയർന്ന വർണ്ണത്തിലുള്ള പുരുഷന്മാർക്ക് താഴ്ന്ന വർണ്ണത്തിലുള്ള സ്ത്രീയിൽ ജനിച്ചവര് വർണ്ണമായിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അമ്മയുടെ വർണ്ണമായിട്ട് സ്വീകരിക്കാം. അപ്പൊ വേദവ്യാസൻ നോക്കാം. വേദവ്യാസൻ ബ്രാഹ്മണർക്ക് പഠിക്കാനുള്ള വേദത്തെ വ്യസിച്ച ആളാണ്. പക്ഷെ അമ്മ മുക്കുവ വംശത്തിലെ മത്സ്യഗന്ധിയാണ്. അച്ഛൻ പരാശര മഹർഷിയാണ്. അപ്പൊ അച്ഛന്റെ ജാതിയല്ല കിട്ടുക, അമ്മയുടേതാണ് കിട്ടുക. പക്ഷെ ആ വേദവ്യാസനല്ലേ നമ്മൾ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പ്രാർത്ഥിച്ച് ജൂലൈ മാസം 12-ാം തീയതി ഗുരുപൂർണിമയാണ്, വ്യാസപൂർണിമയാണ്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ, വ്യാസൻ തന്നെ വിഷ്ണുവായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അമ്മയുടെ കുലമെടുക്കുകയാണെങ്കിൽ മത്സ്യഗന്ധിയാണ്, ഫിഷർമാനാണ്. പക്ഷെ എത്രയധികം ഉയർന്ന് ബ്രാഹ്മണ്യത്തെക്കാൾ എത്രയോ ഉയർന്ന മഹർഷിയായിട്ട് അവർ മാറേണ്ടായി. നമ്മൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ നോക്കാം. 16 ഗുണങ്ങളിൽ 4 ഗുണമുള്ളവര് ശരിക്ക് ശൂദ്രൻ. അയാൾ 4ഉം കൂടി അക്വയർ ചെയ്താൽ അവിടെ നിന്ന് വളർന്ന് വൈശ്യനാവും. 4ഉം കൂടി അക്വയർ ചെയ്താൽ ഉയർന്നിട്ട് അയാൾ ക്ഷത്രിയനാവും. 4ഉം കൂടി അക്വയർ ചെയ്താൽ അയാൾ ഉയർന്നിട്ട് ബ്രാഹ്മണനാവും. ഈ ബ്രാഹ്മണൻ 4 കളഞ്ഞാൽ താഴത്തേക്ക് വരും. ഇനി 16 ചേർത്ത് വീണ്ടും ഉയർന്നാൽ സന്യാസിയാവും, വീണ്ടും ഉയർന്നാൽ ഋഷിയാവും, വീണ്ടും ഉയർന്നാൽ മഹർഷിയാവും, വീണ്ടും ഉയർന്നാൽ ഹംസഋഷിയാവും, വീണ്ടും ഉയർന്നാൽ പരമഹംസ ഋഷിയാവും. അവസാനത്തെ സ്റ്റെപ്പ് കൈവല്യ പദവിയിലെത്തണമെങ്കിൽ വീണ്ടും ഉയർന്നു കഴിഞ്ഞാൽ പരമഹംസ പരിവ്രാജക ഋഷിയാവും. പരമഹംസ പരിവ്രാജക ഋഷി എന്ന ലെവലിലെത്തിയാൽ ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവീതം ന ദണ്ഡം ന ശിഖ ന കമണ്ഡൽ ഒന്നും വേണ്ട. മനുഷ്യൻ ഈശ്വര തുല്യനായി എത്തി. വേദവ്യാസൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഭഗവാൻ വേദവ്യാസൻ എന്ന വരി ഉപയോഗിക്കുന്നത്. രമണ മഹർഷി അങ്ങനെയാണ്. അതുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി എന്ന ഉപയോഗിക്കുന്നത്. ഭഗവാൻ ശങ്കരാചാര്യർ എന്ന് പറയുന്നത്, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത്. മറ്റ് മഹർഷിമാർക്ക് ഭഗവാൻ ചേർത്ത് പറയില്ല. കാരണം അവര് പരമഹംസ പരിവ്രാജകന്റെ ലെവലിലെ ലാസ്റ്റ് പോർഷനിൽ എത്തും. അവിടെ ആര് അച്ഛനമ്മമാരാര്, ജാതി ഏത്, വർണ്ണമേത് ഒന്നുമില്ല. നിങ്ങൾക്കറിയാവുന്നതാണ് മാതാമൃതാനന്ദമയി. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. മാതാമൃതാനന്ദമയി എത്ര ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയാണ് നടത്തിയത്. അമ്മ ഒരു സ്ത്രീ കൂടിയാണ്. ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തുമ്പോൾ അമ്മയ്ക്ക് പരികർമ്മികളായിട്ട് സഹായിച്ചത് മുഴുവനും നമ്പൂതിരിമാരാണ്. മുക്കുവംശത്തിൽ നിന്ന് വന്നവരല്ല പ്രതിഷ്ഠയ്ക്ക് സഹായിച്ചത് എന്നുകൂടി ഓർമ്മിക്കാം. ഒരു വ്യക്തി പോലും ഭാരതത്തില് അമ്മ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയില് വിഗ്രഹം പ്രതിഷ്ഠിച്ചതിന് എതിര് പറഞ്ഞിട്ടില്ല. 27 ക്ഷേത്ര വിഗ്രഹങ്ങൾ നാരായണ ഗുരുദേവൻ സ്വന്തം കൈകൊണ്ട് പ്രതിഷ്ഠിച്ചപ്പോ ആദ്യം 2 നമ്പൂതിരിമാര് ഒന്ന് ചോദിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോ ചോദിച്ചു, അങ്ങക്ക് തന്ത്രവിധി പ്രകാരം ശിവനെ പ്രതിഷ്ഠിക്കാനുള്ള അർഹതയുണ്ടോ? അല്ലാണ്ട് മുഷ്ടി ചുരുട്ടിയിട്ട് ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ചിട്ട് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് നാരായണ ഗുരുദേവനെ വളഞ്ഞ് സെക്രട്ടേറിയറ്റും താലൂക്ക് ഓഫീസും വളയുന്ന മാതിരി ഒന്നും വളഞ്ഞിട്ടൊന്നുമില്ല. ഒരു ചോദ്യം ചോദിച്ചു, തന്ത്രവിധി പ്രകാരം അങ്ങക്ക് ശിവവിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ആ താന്ത്രികമായിട്ടുള്ള അനുമതിയുണ്ടോ? അതിന് നാരായണ ഗുരുദേവൻ വളരെ ഭംഗിയായിട്ട് ഉത്തരവ് കൊടുത്തു. നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് പറഞ്ഞത്. ഈഴവ ശിവനെയാണെന്നല്ല ഗുരുദേവൻ പറഞ്ഞത്. നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറഞ്ഞത്. അതുപോലെ
എത്ര ദുർദേവതാ വിഗ്രഹങ്ങളെ മാറ്റി വൈദിക ദേവതകളെ പ്രതിഷ്ഠിച്ചപ്പോഴും കേരളമോ ഭാരതമോ ഒരു തരത്തിലും അതിനെ എതിർത്തില്ല. കേരളത്തെ ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊണ്ടല്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊണ്ടല്ല. ഓർമ്മിക്കാം, ഇതിനേക്കാൾ നീചവും നികൃഷ്ടവുമായ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ബംഗാളിൽ ഉണ്ടായിരുന്നു വിവേകാനന്ദന്റെ കാലത്ത്. ബീഹാറില് അതിനേക്കാൾ നീചമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു. ബീഹാറില് പല പ്രാവശ്യം വിവേകാനന്ദൻ പോയിട്ടുണ്ട്. ബംഗാളില് വിവേകാനന്ദൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ആ രണ്ട് സംസ്ഥാനത്തെയും ഭ്രാന്താലയം എന്ന് വിളിക്കാതെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കാൻ കാരണം ഈ ജാതി വ്യവസ്ഥതയുടെ പേരില് ക്രിസ്ത്യാനികള് പരമാവധി പാവപ്പെട്ടവരെ മതപരിവർത്തനം ചെയ്യുന്നത് കണ്ട് ഹിന്ദു സമൂഹം കൈകെട്ടി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഇതിനെ ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. ഇത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ജാതി വ്യവസ്ഥയാക്കി മാറ്റിയത് EMSഉം അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള AKGയും ബാക്കിയുള്ളവരുമെല്ലാം. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും എടുത്തു, ബാക്കിയുള്ളവരും എടുത്തു. ഇവിടത്തെ ജാതി വ്യവസ്ഥ കണ്ടിട്ടല്ല ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. ജാതി വ്യവസ്ഥയുടെ പേരില് ആയിരക്കണക്കിന് പാവപ്പെട്ടവര് അവര് മതപരിവർത്തനം ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ലാറ്റിൻ കത്തോലിക്ക കൺവെർഷൻ, ആ കൺവെർഷന്റെ അടിസ്ഥാനത്തിലാണ് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വീണ്ടും ധർമ്മശാസ്ത്രത്തിലേക്ക് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയാം. ഉയർന്ന വർണ്ണത്തിലുള്ള പുരുഷന്മാർക്ക് താഴ്ന്ന വർണ്ണത്തിലുള്ള സ്ത്രീയിൽ ജനിച്ചവര് ശങ്കരവർണ്ണമോ അമ്മയുടെ വർണ്ണമോ സ്വീകരിക്കാം. അവർക്ക് ഇഷ്ടമാതിരി സ്വീകരിക്കാം. സ്വീകരിച്ചു കൊള്ളണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഉയർന്ന വർണ്ണം വേണം, ഉയർന്ന വർണ്ണം സ്വീകരിക്കാം, ഇഷ്ടമാതിരി സ്വീകരിക്കാനുള്ള സാധനം. വർണ്ണ വ്യത്യാസമുള്ള ദമ്പതികളിൽ ജനിച്ചവർക്ക് വ്യത്യസ്ത ധർമ്മമാണുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ദി സ്ട്രയാറ്റ. അച്ഛൻ ബ്രാഹ്മണനാവുന്നു, അമ്മ ക്ഷത്രിയനാവുന്നു. മകന് അച്ഛന്റെയും അമ്മയുടെയും ദൗത്യം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എങ്കിൽ അവർക്ക് വേറെ ധർമ്മമുണ്ട്. അവർക്ക് ഏറ്റെടുക്കാവുന്ന വേറെ ധർമ്മമുണ്ട്. വൈശ്യശൂദ്ര സ്ത്രീയിൽ ജനിച്ചവർക്ക് അയോഗവർ. ഇനി നമുക്ക് നോക്കാം, വർണ്ണവ്യത്യാസമുള്ള ദമ്പതികളിൽ ജനിച്ചവർക്ക് വ്യത്യസ്ത ധർമ്മമാണുള്ളത്. അവർക്ക് ജാതി പേരുണ്ട്. അവർക്കാണ് ജാതി പേരുള്ളത്. വൈശ്യന് ശൂദ്ര സ്ത്രീയിൽ ജനിച്ചവര് അയോഗവർ എന്ന ജാതിയിൽ അറിയപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. വൈശ്യന് ശൂദ്രവർണ്ണത്തിലുള്ള സ്ത്രീയിൽ ജനിച്ചവർക്ക് അയോഗവർ എന്നറിയപ്പെടുന്നു. ക്ഷത്രിയന് വൈശ്യ സ്ത്രീയിലുണ്ടായ മക്കള് പുൽക്കന്മാർ എന്ന ജാതിയിൽ അറിയപ്പെടുന്നു. ക്ഷത്രിയന് ശൂദ്ര സ്ത്രീയിലുണ്ടായ മക്കള് മാഗധർ എന്നറിയപ്പെടുന്നു. ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിലുണ്ടായവര് ചണ്ടാളർ എന്നറിയപ്പെടുന്നു. ചണ്ടാളർ എന്ന വാക്കിന്റെ അർത്ഥം ധീരന്മാരെന്നാണ്. നമ്മൾ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ നീചനാണ്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി വായിച്ചതോടുകൂടി നമ്മൾ ധരിച്ചു ചണ്ടാളൻ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും നീചനായ അധകൃതനാണ്. ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരൻ എന്ന വാക്കിലാണ് അതിന്റെ മുഴുവനും. പഠിപ്പിക്കുന്നവന്റെ അറിവും ശൂദ്രന്റെ മസിൽ പവറും രണ്ടും ചേർന്ന ധീരനാണ് എന്ന അർത്ഥത്തിലാണ് ചണ്ടാളൻ എന്ന പേര്. ക്ഷത്രിയ സ്ത്രീയില് ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിലുണ്ടായത് ശൂതൻ, വൈശ്യ സ്ത്രീയിലുണ്ടായത് വൈദേഹകൻ. ഇതൊക്കെ ജാതി പേരാണ്. ഇപ്രകാരം അനവധി സങ്കരവർണ്ണങ്ങൾ ഭാര്യാഭർത്താക്കന്മാരുടെ വ്യത്യസ്ത വർണ്ണത്തിലൂടെയുണ്ടാകാം. അത് അസംഖ്യമായ ജാതിയായി തീരാം. ഓർമ്മിക്കാം, 16-ാം അധ്യായം വിഷ്ണു ധർമ്മശാസ്ത്രം 1 മുതൽക്കുള്ള വരികളാണ് ഞാൻ വായിച്ചത്. ഇപ്പൊ ഞാൻ വായിച്ചത് ഇപ്രകാരം, അതായത് അത് 8ാമത്തെ വരിയാണ്. ഇപ്രകാരം അനവധി സങ്കരവർണ്ണങ്ങൾ ഭാര്യാഭർത്താക്കന്മാരുടെ വ്യത്യസ്ത വർണ്ണത്തിലൂടെയുണ്ടാകാം. അത് അസംഖ്യമായ ജാതിയായി തീരണമെന്ന് നിർബന്ധമില്ല. ബ്രാഹ്മണൻ പുരുഷൻ, ക്ഷത്രിയൻ സ്ത്രീ, ബ്രാഹ്മണൻ സ്ത്രീ, ക്ഷത്രിയൻ പുരുഷൻ, ഇവർക്ക് മക്കളുണ്ടാവാം. ഈ 4 കോമ്പിനേഷൻ തിരിച്ചും മറിച്ചും ഉണ്ടാവാം. അവരുടെ മക്കളുടെ മക്കള് വീണ്ടും തിരിച്ചുണ്ടാവും. ഇനി ഇവരുടെ ജോലിയെക്കുറിച്ച് പറയുന്ന നോക്കാം. അയോഗവർക്ക് ഏറ്റവും, അയോഗവർ എന്നുള്ളൊരു ജാതിയാണ്. അവർക്ക് സംഗീതം, നൃത്തം, മറ്റ് രംഗകലാ അവതരണമാണ് കർമ്മം. അപ്പൊ ശരിക്കും സംഗീതത്തെയും നൃത്തത്തെയും രംഗകലയെയും നിലനിർത്താൻ
ഒരു വിഭാഗം ജനതയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തു. അതിന്റെ നന്മ ചിന്തിക്കുകയാണെങ്കിൽ സംഗീതവും നൃത്തവും പഠിക്കാൻ ആരുമില്ലാതെ വരുന്ന ഒരു കാലത്തില് അത് നശിച്ചു പോകാതിരിക്കാൻ ഒരു വിഭാഗത്തിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. വന്യമൃഗങ്ങളെ പരിപാലിക്കുന്നത് പുൽക്കന്മാരുടെ ധർമ്മമാണ്. പുൽക്കന്മാരെന്ന് പറഞ്ഞാൽ വേറൊരു ജാതിയിലുള്ളവർ. നേരത്തെ ഞാൻ പറയുകയുണ്ടായി, പാണന്മാരെ പോലെ നല്ല രീതിയിൽ പാട്ടുപാടി സമൂഹത്തെ സന്തോഷിപ്പിക്കുന്ന സ്തുതി പാഠകരാകുന്നത് പോലെ നല്ല നല്ല പാട്ടുകൾ എഴുതി അത് പ്രചരിപ്പിക്കേണ്ടത് മാഗധന്മാരുടെ ഉത്തരവാദിത്വമാണ്. കൊലയാളികളെയും കള്ളന്മാരെയും നിയന്ത്രിക്കേണ്ടതായ ചുമതല ചണ്ടാളന്മാർക്കാണ്. നോക്ക, ചണ്ടാളന്മാരെന്ന് വെച്ചാൽ നീചവൃത്തി, പശുവിനെ കൊന്ന് അത് തിന്ന് ജീവിക്കുന്നവരല്ല. നല്ല ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ മാത്രമേ കള്ളന്മാരെയും കൊള്ളക്കാരെയും നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. നമ്മളെ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ സമ്പൂർണ്ണ രക്ഷയുടെ ചുമതല വൈദേഹകന്മാർക്കാണ്. കുതിരകളുടെയും രഥങ്ങളുടെയും സാരഥി സൂതന്മാർക്കുള്ളതാണ്. അപ്പോ ഇത്രയും എല്ലാവർക്കും അതാത് ജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാം, മറ്റ് ജാതിയിൽപ്പെട്ടവരെയും വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. 15ാമത്തെ വരി പറയുന്നു, സ്വന്തം പിതാവിന്റെ സ്വത്ത് മക്കൾക്ക് പങ്കുവയ്ക്കുകയുമാകാം. അപ്പൊ തലമുറയായിട്ട് ലഭിക്കുന്ന സ്വത്ത് പങ്കുവയ്ക്കുകയുമാകാം. ശങ്കരവർണ്ണത്തിൽപ്പെട്ടവർക്ക് പിതാവിന്റെയോ മാതാവിന്റെയോ വർണ്ണത്തെക്കാളുപരി പ്രത്യക്ഷമായോ പരോക്ഷമായോ അവനവൻ സ്വയം ഏറ്റെടുക്കുന്ന കർമ്മമനുസരിച്ചുള്ള ജാതി പേരും പറയാവുന്നതാണ്. ആലോചിച്ചൊക്കെ തണ്ടാന്മാര്, കുശവന്മാരെല്ലാവരും. ഇപ്പൊ ഞാൻ പുൽക്കന്മാരുടെയും മാഗധന്മാരുടെയും എല്ലാം പേര് പറഞ്ഞു. അത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയുകയുണ്ടായി, വൈശ്യന് ശൂദ്ര സ്ത്രീയിൽ ജനിച്ചവരാണ് അയോഗവർ. അവർക്കാണ് പാട്ട് പാടുക, പാട്ട് കമ്പോസ് ചെയ്യുക, രംഗ കലകള് നിലനിർത്തുക. ക്ഷത്രിയന് വൈശ്യ സ്ത്രീയിലുണ്ടായത് പുൽക്കന്മാര്. ആ പുൽക്കന്മാരുടെ ധർമ്മമാണ് വന്യമൃഗങ്ങളെ പരിപാലിക്കുക. അപ്പൊ ഇങ്ങനെ ജാതി എന്നുള്ളത് ഉച്ചനീചത്വങ്ങളുടെ തിന്മ നിറഞ്ഞതല്ല. ശരിക്ക് വസിഷ്ഠ മഹർഷി വളരെ വളരെ ഭംഗിയായിട്ട് വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്, ഉത്കൃഷ്ടം ച അപകൃഷ്ടം ച തയോഹോ കർമ്മ ന വിദ്യതേ. ഒരു കർമ്മവും ഏറ്റവും ഉത്കൃഷ്ടമാണെന്നോ ഏറ്റവും നികൃഷ്ടമാണെന്നോ അപകൃഷ്ടമാണെന്നോ ഒരു ജോലിയെയും ലേബൽ ചെയ്തിട്ടില്ല. മധ്യമേ കർമ്മണി ഹിത്വ സർവസാധാരണേ ഹിതേ. എല്ലാ കർമ്മവും സാധാരണ ജോലി മാത്രമാണ്. എല്ലാ കർമ്മവും സാധാരണ. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നോക്കൂ, സംസ്കൃതം മധ്യമേ കർമ്മണി ഹിത്വ. എല്ലാ ജോലികളും സാധാരണ ജോലികളാണ്. സർവ സാധാരണേ ഹി തേ. തേ സർവസാധാരണേ ഹി. എല്ലാ ജോലിയും സർവസാധാരണം മാത്രമാണ്. ശരിക്ക് ന കഥം ജന കുർവന്തി ബ്രാഹ്മണ കർമ്മം വാർഷലം വൃഷല കർമ്മവാ ബ്രാഹ്മ പതനീയേ ഹി തേ തയോഹോ. ഏതൊരു വ്യക്തിയും ഏറ്റെടുത്തിരിക്കുന്ന കർമ്മത്തിന് ഡിഗ്നിറ്റി പാലിച്ചുകൊണ്ട് വേണം അവർ മറ്റേതെങ്കിലും കർമ്മം ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു നല്ല പ്രൊഫസർ, യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ ഇറച്ചിക്കടയിലെ ഇറച്ചി വിറ്റു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? എല്ലാം ജോലി തന്നെയാണെങ്കിലും ആ അവനവൻ ചെയ്യുന്ന ജോലിയുടെ ഡിഗ്നിറ്റി പാലിച്ചുകൊണ്ട് വേണം ആ ഓരോ കർമ്മവും ഏറ്റെടുക്കാൻ. ഇപ്പൊ സാധാരണക്കാർക്ക് ധാരാളം പേര് റോഡ് സൈഡിൽ മൂത്രമൊഴിക്കുന്നുണ്ട്. പക്ഷേ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ പ്രൊഫസർക്ക് പ്രൊഫസോറിയൽ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ചില മര്യാദകൾ വെച്ചിട്ടുണ്ട്. ചില മര്യാദകൾ അല്ലാതെ ഉത്തമമെന്നോ അധമമെന്നോ ഇല്ല. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കണം. ദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും ഒന്നും ശ്രമിക്കണ്ട, അറിയാനും അറിയിക്കാനും ശ്രമിക്കണം. ഏതായാലും എല്ലാ വിഭാഗം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഇത് അറിയിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ അറിയിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അവരാണ് ഈ ഹിന്ദു ധർമ്മത്തെ ഇത്രയും അധികം അവഹേളിക്കുന്നത്. അവരിൽ ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. അടുത്ത കാലത്ത് കൊട്ടാരക്കരയിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോ അകത്തെ ഹാളും മുഴുവനും നിറഞ്ഞു. പുറത്ത് കുറെ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോ കുറെ പേര് അടുത്തു വന്ന് പറഞ്ഞു, സാറേ ഞങ്ങളെല്ലാം CPM-ന്റെ പ്രവർത്തകരാണ്, സാറ് ഞങ്ങളോട്
പണ്ട് പറയാറുണ്ട്, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കേണ്ട, മാറരുത്, അകത്തിരുന്നു കൊണ്ട് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ കൊട്ടാരക്കര സമീപ പ്രദേശത്തുള്ള എല്ലാ CPM പ്രവർത്തകരും ഒരുമിച്ച് കൂടാൻ താല്പര്യമുള്ളവർ ഒരുമിച്ച് കൂടിയിട്ട് സാറിന്റെ പ്രഭാഷണം കേൾക്കാൻ വരണമെന്ന് തീരുമാനിച്ചതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ള സാറിന്റെ സന്ദേശം ഞങ്ങൾ ശിരസ വഹിക്കുന്നു. പാർട്ടിക്കുള്ളിലും പുറത്തുമെല്ലാം പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ പാർട്ടി പ്രവർത്തകരെ പരിചയപ്പെടുത്തേണ്ടത്. ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടുനിന്ന ആ പ്രഭാഷണത്തിൽ ഈ 500 പേര് പുറത്ത് നിൽക്കായിരുന്നു. കസേര ഉണ്ടായിരുന്നില്ല, കസേര മുഴുവനും ഫുള്ളായതുകൊണ്ട് നിൽക്കായിരുന്നു. ഇതെല്ലാം പിന്നെ മിനിഞ്ഞാന്ന് SNDPയുടെ അതിഗംഭീരായിട്ടുള്ള ഒരു പ്രഭാഷണം, ഒരു സംഘടനാ തലത്തിലുള്ള പുനർവിചിന്തനത്തിലുള്ള ശിബിരം മിനിഞ്ഞാന്ന്, ഇന്നലേക്ക് മിനിഞ്ഞാന്ന് 6-ാം തീയതി ഞായറാഴ്ച കാലടിക്കടുത്ത് ഉണ്ടായിരുന്നു. അത് കുന്നത്തുനാട് യൂണിയൻ SNDPയുടെ ആയിരുന്നു. അവിടെയും ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. നല്ല അനുഭവം. അതിന്റെ CD കിട്ടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഒത്തിരി പേര് പറഞ്ഞു. അവർ തരികയാണെങ്കിൽ അപ്ലോഡ് ചെയ്യും. അവിടെ നിന്ന് വരുന്ന വഴിക്ക് 6-ാം തീയതി വൈകുന്നേരം ആലപ്പുഴ, അമ്പലപ്പുഴ SNDP യൂണിറ്റുകളുടെ പ്രവർത്തകരുടെ വലിയൊരു മീറ്റിംഗ് ഉടുപ്പി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. അവരോടും നാരായണ ഗുരുദേവനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അവർക്കെല്ലാവർക്കും മനസ്സിലായി, വളരെയധികം മനസ്സിലായി. എന്ന് മാത്രമല്ല, അങ്ങനെ നമുക്ക് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം അറിവ് കൊടുത്ത് പ്രവർത്തിപ്പിച്ച് ഭക്തി, ആവശ്യത്തിനുള്ള ഭക്തിയോടുകൂടി ഹിന്ദു ധർമ്മത്തെ തെറ്റിദ്ധാരണകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ജഗദീശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളും പ്രവർത്തിക്കണം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇത് അറിയിക്കണം. അവർ തിരിച്ചു വരാൻ ധാരാളം പേരുണ്ട്. SNDP യൂണിയന്റെ പ്രവർത്തകരോട് പറഞ്ഞു, ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് എത്ര ഇടവന്മാരാണോ ക്രിസ്തുമതത്തിലേക്ക് പോയത്, അവരെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നത് വരെ വിശ്രമിക്കരുത്. ഹിന്ദു ധർമ്മത്തിലുള്ള കുഴപ്പം കൊണ്ടല്ല അവർ ക്രിസ്തുമതത്തിലേക്ക് പോയത്, അവിടെ പൈസയും ജോലിയും സ്ഥാനമാനങ്ങളും കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് പോയത് എന്ന് പ്രത്യേകം ഓർമ്മിക്കാൻ പറഞ്ഞു. അത് എല്ലാവരും, തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ പൂർണ്ണ മനസ്സോടുകൂടി 1.25 മണിക്കൂർ കുന്നത്തുനാട് SNDP യൂണിയനിൽ നടന്ന പ്രഭാഷണവും 2.5 മണിക്കൂർ ആലപ്പുഴ SNDP യൂണിയന്റെ പ്രഭാഷണത്തിൽ നടന്ന വിവരണവും അവർ കേട്ട് സ്വീകരിക്കുകയുണ്ടായി. നിങ്ങളോട് ഞാൻ പറയുന്നു, നമുക്ക് നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒരുമിച്ച് ചേർന്ന്, അതില് G. സുകുമാരൻ നായർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, താല്പര്യമില്ലാത്തവർ മാറി നിൽക്കട്ടെ. 10,000-കണക്കിന് നായന്മാർക്ക്, നായർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഹിന്ദു ഐക്യത്തിൽ താല്പര്യമുണ്ട്. ഒരാൾക്ക് താല്പര്യമില്ല എങ്കിൽ അയാൾ മാറി നിന്നോട്ടെ, മറ്റുള്ളവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് SNDP യൂണിയൻ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. 10,000-കണക്കിന് നായേഴ്സ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി വരാൻ തയ്യാറാണ്. അതില് ഒരു തലപ്പത്തുള്ള ആൾക്ക് താല്പര്യമില്ല എങ്കിൽ അദ്ദേഹത്തിന് വിമർശിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം മാറി നിൽക്കട്ടെ എന്നും അറിയിക്കുകയുണ്ടായി. അപ്പൊ നമ്മളുടെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ധർമ്മത്തെയും മൂല്യങ്ങളെയും നമ്മുടെ രാഷ്ട്രത്തെയും ധന്യമായി വളർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.